എവരിവൺ, നമ്മുടെ CUT എക്സാമിനേഷൻ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. നമ്മുടെ സൈലത്തിൻ്റെ ക്രാഷ് കോഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ സൂപ്പറായിട്ട് നമ്മുടെ CUT പ്രിപ്പറേഷൻ മുന്നോട്ട് പോകുന്ന ഈ ഒരു സമയത്ത് നമ്മൾ അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനേഷന് പോകുമ്പോൾ നമ്മൾ ധരിക്കേണ്ട ഡ്രസ്സ് എങ്ങനെയാണ്. CUT എക്സാമിനേഷന് വേണ്ടി NTA പറഞ്ഞിരിക്കുന്ന ഡ്രസ് കോഡ് എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒപ്പം CUT എൻട്രൻസ് എഴുതുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യം തന്നെ നമ്മുടെ NTA പറഞ്ഞിരിക്കുന്നത് ഹെവി ഡ്രസ്സസ് ഒന്നും തന്നെ പാടില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ എന്താ പറയുക, മണവാളൻ ഡ്രസ്സൊന്നും ധരിച്ച് അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുന്നത് പോലെ അങ്ങനത്തെ ഡ്രസ്സൊന്നും അല്ല നമ്മൾ ആക്ച്വലി ഒരു എക്സാമിനേഷന് പോകുമ്പോൾ ധരിക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി എ സിമ്പിൾ വൺ. ഏറ്റവും നല്ലത് നിങ്ങൾക്കൊരു ടീഷർട്ടും ഒരു ജീൻസും ധരിച്ചൊക്കെ പോകാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് എ ബെറ്റർ വൺ. ഇനി ചുരിദാർ ധരിക്കാൻ പറ്റുമോ എന്ന് കുറച്ച് ഗേൾസിന് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകും. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അത് ധരിക്കാം. പക്ഷെ ഒറ്റ കണ്ടീഷനാണ് അവർ പറയുന്നത്, അതായത് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സ് പാടില്ല എന്നാണ്. അപ്പോൾ ഫുൾ സ്ലീവ് ഡ്രസ്സ് അഥവാ നിങ്ങൾ കസ്റ്റമറി ആയിട്ട് അല്ലെങ്കിൽ കൾച്ചറൽ പരമായിട്ട് നിങ്ങൾ റിലീജിയസ് പരമായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫുൾ സ്ലീവ് ആകാമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിപ്പോർട്ടിംഗ് ടൈമിന് 1 hour മുന്നേ തന്നെ നിങ്ങൾ എക്സാം സെന്ററിൽ എത്തേണ്ടതാണ്. സോ 1 hour മുന്നേ എത്തി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡ്രസ്സിങ്ങിൻ്റെ ഫ്രിസ്കിംഗ് പ്രോസസ്സിൽ അതായത് പരിശോധനയിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ കാരണം അത്തരത്തിൽ ഡ്രസ്സ് ധരിക്കുന്നവർക്ക് ഫ്രിസ്കിംഗ് ടൈം കുറച്ച് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് 1 hour മുന്നേ തന്നെ എത്തണം എന്ന് NTA പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ കളറൊന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ലൈറ്റ് കളർ, ഡാർക്ക് കളർ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. NTA അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞിട്ടുമില്ല ഇപ്രാവശ്യം. ബട്ട് പ്രിഫറൻസ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് ലൈറ്റ് കളർ ഡ്രസ്സിനാണ്. ഹെവി ആയിട്ട് പോകണ്ട, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതിന് വേണ്ടി ഒരു പ്രത്യേക പർച്ചേസിങ്ങിനൊന്നും പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ബോയ്സിന്റെ കേസിലാണെങ്കിൽ ജസ്റ്റ് ഒരു ഷർട്ടും പാൻറ്റും തന്നെ ഇനഫാണ്. ടീഷർട്ട് ആയാലും ഓക്കെയാണ്. പക്ഷേ ചപ്പൽസിന്റെ കേസിലേക്ക് വരുമ്പോൾ ഹൈ ഹീൽഡ് ചപ്പൽസ് ഒന്നും തന്നെ അനുവദിച്ചിട്ടില്ല. ഒരു സ്ലിപ്പേഴ്സോ അല്ലെങ്കിൽ സാൻഡൽസോ വിത്ത് ലോ ഹീലാണ് അവർ പറയുന്നത്. ഷൂസ് ഒരിക്കലും അനുവദിക്കില്ല. അപ്പോൾ ഷൂസ് ധരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ഓപ്പൺ, അതായത് നിങ്ങൾക്ക് കാലവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ, കാല് കാണണം അവർക്ക്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഷൂസിനകത്തൊക്കെ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ വൺ. ഷൂസ് പറ്റില്ല എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബാക്കിയൊക്കെ നിങ്ങൾ സാധാരണ ഒരു എക്സാമിന് ഹാളിൽ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെയാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ CUTയുടെ ഡ്രസ് കോഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.